ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മുട്ട ചപ്പാത്തിയാണ്. ഒറ്റയടിക്ക് നമുക്ക് ചപ്പാത്തിയുടെ കറിയും ഒരുമിച്ച് പോരും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും, പച്ചമുളക് ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ഒരു ടേബിൾ സ്പൂൺ, തക്കാളി ഒരു ടേബിൾ സ്പൂൺ, എല്ലാം ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ അല്പം മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ചപ്പാത്തി കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുൻപുള്ള ആലു പറാത്തയുടെ വീഡിയോ കണ്ടാൽ മതി. ചപ്പാത്തി പരത്തിയതിന് ശേഷം നമുക്ക് ചൂടായ തവയിൽ വെച്ച് അതൊന്ന് ചുട്ടെടുക്കാം. ഇനി അതെടുത്ത് മാറ്റി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ആദ്യം മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ മിക്സിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിലേക്കായിട്ട് ആ ചപ്പാത്തി വെച്ച് കൊടുക്കാം. ചപ്പാത്തി വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം മുട്ടയുടെ ഒരു വശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. വിശക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വെജിറ്റബിൾസ് ഇടുന്നത് താല്പര്യം ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട എടുത്ത് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്കായതുകൊണ്ട് ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മുകളിൽ ചപ്പാത്തി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ടതിന് ശേഷം ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് നിർബന്ധമുള്ളതല്ല, അവർക്ക് ചീസ് ഇടുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടമാവുമല്ലോ. അതിനുശേഷം അതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. ചീസ് വേഗം മെൽറ്റായി കിട്ടും. ചീസൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് മാറ്റാം. 2 തരത്തിലുമുള്ള മുട്ട ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്